മതപരമായ പ്രവർത്തനങ്ങളുടെ പേരിൽ 5 ഇറാനിയൻ ക്രിസ്ത്യാനികൾക്ക് 50 വർഷത്തിലധികം തടവ് ശിക്ഷ വിധിച്ച് ഇറാൻ കോടതി. പ്രാർത്ഥന, മാമോദീസ, വിശുദ്ധ കുർബാന സ്വീകരണം, ക്രിസ്തുമസ് ആഘോഷം തുടങ്ങിയ ക്രിസ്തീയ ആചാരങ്ങൾ നടത്തിയതിനാണ് ശിക്ഷ. ഇറാനിയൻ അർമേനിയൻ വചനപ്രഘോഷകൻ ജോസഫ് ഷഹബാസിയൻ, ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നാസർ നവാഡ് ഗോൾട്ടാപ്പെ, ഐഡ നജാഫ്ലോ, ജോസഫിന്റെ ഭാര്യ ലിഡ ഉൾപ്പെടെ 5 ക്രൈസ്തവരെയാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി തടവിലാക്കിയിരിക്കുന്നത്. പുതുക്കിയ ശിക്ഷാ നിയമത്തിലെ ആർട്ടിക്കിൾ 500 പ്രകാരം ലിഡ ഒഴികെയുള്ള 4 പേർക്ക് 10 വർഷം തടവും കൂട്ടം കൂടൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് 5 വർഷം അധിക തടവും ലഭിച്ചു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പ്രചാരണം നടത്തിയെന്ന കുറ്റത്തിന് ഐഡയ്ക്ക് അധികമായി 2 വർഷം തടവും ലിഡയ്ക്ക് 8 വർഷം തടവുമാണ് വിധിച്ചത്. പ്രതികൾക്ക് അപ്പീൽ നൽകാൻ 20 ദിവസത്തെ സമയമുണ്ട്. തടവ് ശിക്ഷയ്ക്ക് പുറമെ ബൈബിളുകളും മറ്റ് ക്രിസ്ത്യൻ പുസ്തകങ്ങളും ഉൾപ്പെടെയുള്ള ഇവരുടെ സ്വകാര്യ സ്വത്തുക്കൾ മന്ത്രാലയം കണ്ടുകെട്ടി. തീവ്ര ഇസ്ലാമിക നിലപാടുള്ള രാജ്യമായ ഇറാനിലെ ക്രൈസ്തവർ വേട്ടയാടുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. രാജ്യത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് ഇസ്ലാം മതത്തിലേക്ക് ആളുകൾക്ക് പരിവർത്തനം ചെയ്യാമെങ്കിലും ഇസ്ലാം മതസ്ഥർക്ക് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ അനുമതിയില്ല.